എൽ.ഡി.എഫ് സർക്കാർ മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന CPIM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. നവകേരളത്തിനായുള്ള പുതുവഴികൾ രേഖ സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യും. സമ്മേളന കാലയളവിൽ പാർട്ടി സംഘടനാപരമായി വലിയ മുന്നേറ്റം നടത്തിയെന്നും ഗോവിന്ദൻ മാസ്റ്റർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഒരു മൂന്നാം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരത്തിലേക്ക് വരിക എന്നുള്ളത് അനിവാര്യമാക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതിപ്പോൾ ശശി തരൂർ അംഗീകരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അംഗീകരിച്ചിട്ടുണ്ട്, കോൺഗ്രസ് തന്നെ ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വീണ്ടും മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കുക എന്നുള്ളതിൻ്റെ ഉത്കണ്ഠ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ചർച്ച പോലും ആ രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് അറിയാം, മൂന്നാമത് ഒരു LDF ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരും. ഗോവിന്ദൻ മാസ്റ്ററുമായി സംസാരിച്ച PV കുട്ടൻ കൂടി ചേരുന്നുണ്ട്. കുട്ടൻ, ദീർഘനേരം ഗോവിന്ദൻ മാസ്റ്ററുമായി സംസാരിച്ചു. എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു? സമഗ്രമായി ചുരുക്കിയാൽ. ദിനിഷ, മൂന്നാം തവണയും LDF സർക്കാർ അധികാരത്തിലെത്തുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ മാസ്റ്റർ കൈരളി ന്യൂസിനോട് പറഞ്ഞത്. ഇത്തരത്തിൽ LDFനെ വീണ്ടും അധികാരത്തിലെത്തിക്കാൻ ആവശ്യമായ ചർച്ചയും തീരുമാനങ്ങളും ഒക്കെ CPIMന്റെ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ കൈക്കൊള്ളുമെന്നും സംസ്ഥാന സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നവകേരളത്തിനായുള്ള പുതുവഴികൾ രേഖ സമ്മേളനം ചർച്ച ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ രേഖ സമ്മേളനം മുമ്പാകെ അവതരിപ്പിച്ച് ഒരു ദിവസം മുഴുവൻ ഈ രേഖയുമായി ബന്ധപ്പെട്ടാണ് പ്രതിനിധികൾ ചർച്ച നടത്തുക. നവകേരള സൃഷ്ടിക്കാനുള്ള നിലപാടുകൾ കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇത്തരത്തിൽ ഈ പുതിയ രേഖ അവതരിപ്പിക്കുന്നതെന്നും M.V. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സമ്മേളന കാലയളവിൽ പാർട്ടി സംഘടനാപരമായി വലിയ കരുത്ത് ആർജിച്ചുവെന്നും അദ്ദേഹം പറയുന്നു. അംഗങ്ങളുടെ എണ്ണത്തിൽ 37,517 അംഗങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വനിതകൾ സംഘടനാ രംഗത്തേക്ക് നേതൃരംഗത്തേക്കും വനിതകളെ കൊണ്ടുവരുന്നതിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. 50ഓളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ വനിതകളാണ്. അതോടൊപ്പം തന്നെ 3 ഏരിയ സെക്രട്ടറിമാർ വനിതകളാണ്. വലിയ രീതിയിൽ ഏതാണ്ട് 3000ഓളം ബ്രാഞ്ച് സെക്രട്ടറിമാരും വനിതകൾ. അത്തരത്തിൽ വനിതകളെ മുഖ്യധാര ഈ രാഷ്ട്രീയ നേതൃത്വത്തിൽ എത്തിക്കുന്നതിൽ CPIMന് വലിയ പങ്കുവഹിക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി തകർക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്ന ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ ശ്രമങ്ങൾക്കെതിരെയും ഈ ഇടപെടലുകൾക്കെതിരെയൊക്കെ ശക്തമായ സമരം ഉയർത്തിക്കൊണ്ടുവരുന്നും അതിനുള്ള തീരുമാനങ്ങളൊക്കെ ഈ സംസ്ഥാന സമ്മേളനം കൈക്കൊള്ളുമെന്നും M.V. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ദിനിഷ, ഓക്കെ. സമ്മേളന കാലയളവിന് മുന്നോടിയായാണ് M.V. ഗോവിന്ദൻ മാസ്റ്റർ PV കുട്ടനോട് സംസാരിച്ചത്. LDF സർക്കാർ മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ. ഈ സമ്മേളന കാലയളവിൽ പാർട്ടി കരുത്താർജിച്ചതും മുന്നേറ്റം നടത്തിയതുമൊക്കെയുള്ള കാര്യങ്ങൾ PV കുട്ടനുമായി വിശദീകരിച്ചു. നവകേരളം സൃഷ്ടിക്കാനുള്ള ഒരു പുതുവഴി രേഖ അത് സംസ്ഥാന ഘടകങ്ങൾ ചർച്ച ചെയ്യും. സംസ്ഥാന സമ്മേളനത്തിൽ അത് ഉയർന്നു വരും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് M.V. ഗോവിന്ദൻ മാസ്റ്റർ PV കുട്ടനുമായി സംസാരിച്ചത്.